ഇഷ്ടം മാത്രം ഭാഗം 3. ആദ്യ രാത്രിയിൽ അവൻ പറഞ്ഞ വാക്കുകളാണ് അവൾക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കൂ എന്ന്. ആ പറഞ്ഞ ആൾ ഇപ്പോൾ എന്നും മദ്യപിച്ചാണ് എത്താറ്. അതിനും മാധവി കുറ്റം പറയുന്നത് പല്ലവിയെയാണ്. അവൾക്ക് ആ വീട്ടിൽ ഏറ്റവും ആശ്വാസം ഗീതുവായിരുന്നു. മഹിയേട്ടൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നിനും പ്രതികരിക്കാൻ വരാറില്ല. എന്നാൽ പല്ലവിയോട് ഒന്നിനും പോകാറുമില്ല. അവളെ ഇഷ്ടമാണു താനും. അത് മാധവിക്ക് ഇഷ്ടമാകാറില്ല. മാധവി പല്ലവിയുടെ കുറ്റം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അയാൾ അതിന് തടയിടും. അരുണയും മാധവിയുമാണ് ഒറ്റക്കെട്ടായി പല്ലവിയുടെ നേരെ തിരിയാറ്. ഭർത്താവിൻ്റെ വീട്ടിൽ കലഹമുണ്ടാക്കി ഇടയ്ക്കൊക്കെ അരുണ മാധവീയത്തിൽ എത്താറുണ്ട്. അരുണ വീട്ടിൽ വരുന്ന ദിവസം പല്ലവിക്ക് പിന്നെ സ്വൈരമുണ്ടാകാറില്ല. അവൾ വരുന്നത് കണ്ടാലേ പല്ലവിക്ക് ഭയമാണ്. തന്നെ ഇഷ്ടപ്പെടാതെയാണോ വിവാഹം കഴിച്ചത് എന്ന് പല്ലവി ചോദിച്ച ആ രാത്രിയിൽ അവൾക്ക് കിട്ടിയ അവൻ്റെ മറുപടിക്ക് ശേഷം പല്ലവിക്ക് മഹിയോട് മനസ്സുകൊണ്ട് ചെറിയൊരകൽച്ചയുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രിയിൽ മഹി വീട്ടിലെത്തിയപ്പോൾ നന്നായി മദ്യപിച്ചിരുന്നു. ചോറ് വിളമ്പട്ടെ? പല്ലവി ചോദിച്ചു. വേണ്ട, ഞാൻ പുറത്തു നിന്നും കഴിച്ചു. അവൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ കുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. നീ വാ, അവൻ മുരൾച്ചയോടെ അവളെ നോക്കി പറഞ്ഞു. അവളുടെ ഹൃദയമിടപ്പിൻ്റെ താളം ഉച്ചത്തിലായി. അവൻ്റെ പറച്ചിൽ കേട്ടപ്പോൾ അവൾക്ക് മുറിയിലേക്ക് പോകാൻ ഭയമായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് കിടന്നിരുന്നു. അവൾക്കെന്തോ കഴിക്കാൻ തോന്നിയില്ല. അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ചു. പിന്നെ ജഗ്ഗിലെ വെള്ളവുമെടുത്ത് അവൾ മുറിയിലേക്ക് നടന്നു. അവൾ ചാരിയിട്ടിരുന്ന വാതിൽ പതിയെ തുറന്ന് അകത്തേക്ക് കയറി. മഹി അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജഗ്ഗ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞതും അവൻ അവളെ പിടിച്ച് വലിച്ചു. അവൾ അവൻ്റെ ചെയ്തികളെ എതിർത്തു. അവൻ ബലമായി അവളുടെ മുഖം പിടിച്ച് തന്നിലേക്കടുപ്പിച്ചു. അവൾ അവൻ്റെ മുഖം തള്ളിമാറ്റാൻ ശ്രമിച്ചു. പൊടുന്നനെ അവൻ്റെ കൈ അവളുടെ മുഖത്ത് വന്നു വീണു. ഓർക്കാപ്പുറത്ത് മുഖത്തേറ്റ പ്രഹരത്തിൽ അവൾ ആടിയുലഞ്ഞു പോയി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ വീണ്ടും അവൻ അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അത് കണ്ടതും മഹിയിൽ വീണ്ടും കോപമുയർന്നു. അവൻ വീണ്ടും അവളെ അടിച്ചു. കണ്ണു തുറക്കടി, നീ എന്തിനാ കണ്ണടച്ചു പിടിക്കുന്നത്? അവൻ ആക്രോശിച്ചപ്പോൾ ഭയം കൊണ്ട് പല്ലവി കണ്ണുകൾ തുറന്നുപോയി. അത് കണ്ട് അവൻ വല്ലാത്ത ഒരു ചിരി ചിരിച്ചു. പല്ലവിക്ക് ഭയം കൊണ്ട് ശരീരം വിറച്ചു. അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടു. ബലമായി ഡ്രസ്സെല്ലാം അഴിച്ചെടുത്തു. അവളിലേക്ക് അവൻ ഇരയെ തേടുന്ന കാട്ടുമൃഗത്തെ പോലെ പാഞ്ഞെടുത്തു. അവൻ്റെ ദന്തങ്ങൾ പതിവ് പോലെ മാറിലും വയറിലും കയറിയിറങ്ങി. ചുണ്ടുകളിൽ അത് ഇടയ്ക്കിടയ്ക്ക് വന്നും പോയുമിരുന്നു. അവൾ എല്ലാം കൊണ്ടും തളർന്നിരുന്നു. അവൻ അവളിലെ വേട്ടയവസാനിക്കുമ്പോൾ തളർന്നുപോയി. അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ തളർന്നു കിടന്നു. അവൻ്റെ വിയർത്ത ശരീരം തൻ്റെ നഗ്നമായ മേനിയിൽ കിടക്കുന്നത് പല്ലവിയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചു. അവൾ അവനെ പിടിച്ച് തള്ളിമാറ്റിയപ്പോൾ അവൻ അവളിൽ നിന്നും മാറിക്കിടന്നു. അങ്ങനെ അവളെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് ബലമായി അവളെ കീഴടക്കി. എല്ലാം തകർന്നവളെപ്പോലെ കുറേ നേരം അനങ്ങാൻ പോലും ആകാതെ പല്ലവി കിടന്നു. പിന്നെ പതിയെ എണീക്കാൻ ശ്രമിച്ചു. പിടിവലിയിൽ കീറിപ്പോയ ഡ്രസ്സുകൾ അവൾ കൈകൊണ്ട് പരതിയെടുത്തു. അഴിഞ്ഞുലഞ്ഞ മുടിയുമായി കട്ടിലിൻ്റെ സൈഡിൽ മുട്ടിൽ മുഖം ചേർത്ത് അവൾ ഇരുന്നു. ഒന്ന് കരയാൻ പോലും ആകാത്ത വിധം അവളുടെ കണ്ണുനീർ വറ്റിയിരുന്നു. അവൾക്ക് ഉറക്കം വന്നതേയില്ല. പിന്നെ എപ്പോഴോ പുലരാൻ നേരമാണ് അവൾ ഒന്ന് മയങ്ങിയത്. നേരത്തെ തന്നെ എഴുന്നേറ്റ് അവൾ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു. പല്ലവിയുടെ മനസ്സിൽ പല ചിത്രങ്ങളും മിന്നിമറഞ്ഞുകൊണ്ടിരുന്നു. എന്തോ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അവൾ എഴുന്നേറ്റു. പിന്നെ അഴിഞ്ഞുകിടക്കുന്ന മുടി കെട്ടിവെച്ചു. തൻ്റെ കണ്ണുകളിൽ ഇനി കണ്ണുനീർ വരാതിരിക്കട്ടെ എന്ന വാശിയിൽ കണ്ണുകൾ അമർത്തി തുടച്ചു. ഡ്രസ്സ് എടുത്തിട്ടപ്പോൾ അതിൻ്റെ പല ഭാഗവും കീറിയിരിക്കുന്നു. കട്ടിലിൽ നിന്നും ഇറങ്ങി അവൾ മഹിയെ നോക്കി. അവൻ തലേന്നു രാത്രി അനുഭവിച്ച സുഖത്തിൽ കിടന്നുറങ്ങുകയാണ്. അവൾ വേച്ചുകൊണ്ട് കുളിക്കാനായി ബാത്റൂമിലേക്ക് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് അടുക്കളയിലെത്തി. തലേന്നു രാത്രി ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം അവളുടെ മുഖത്തുണ്ട്. പിന്നെ മഹിയുടെ അക്രമത്തിൻ്റെ ബാക്കി പത്രം പോലെ മുഖത്ത് അങ്ങിങ്ങായി കിടക്കുന്ന പാടുകളും. എങ്കിലും പതിവ് പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടതെല്ലാം വയ്യെങ്കിലും അവൾ തയ്യാറാക്കി വെച്ചു. മാധവിയും കൃഷ്ണനുമെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. മഹി കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി വന്ന് ടേബിളിലിരുന്നു. അവൻ പല്ലവിയെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നോക്കി. അവൾ ആരെയും ശ്രദ്ധിക്കാതെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി. കഴിച്ച് പാതിയായപ്പോൾ പല്ലവി ടേബിളിനരികിൽ വന്നു നിന്നു. എനിക്കൊന്ന് വീട്ടിൽ പോണം, അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ മഹി അവളെ ശ്രദ്ധിച്ചു. അവളുടെ മുഖത്ത് അതുവരെ കാണാത്ത ഒരു ദൃഢഭാവം. എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് എഴുന്നള്ളുന്നത്? മാധവിയിൽ നിന്നും ചോദ്യമുയർന്നു. അത് കേട്ടതും കൃഷ്ണൻ മാധവിയെ രൂക്ഷമായി നോക്കി. മാധവി പിന്നെ ഒന്നും മിണ്ടിയില്ല.
എന്തിനാ നിനക്ക് ഇപ്പോൾ പെട്ടെന്ന് വീട്ടിൽ പോണമെന്ന് തോന്നുന്നത്? മഹിയുടെ വാക്കുകൾക്ക് ഗൗരവമേറിയിരുന്നു. എനിക്ക് പോണം, അച്ഛനെയും അമ്മയെയും കാണണം, അവരോടൊന്ന് സംസാരിക്കണം, അവൾ ഒട്ടും പതറാതെ പറഞ്ഞപ്പോൾ മഹി വിസ്മയിച്ചു പോയി. അവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനാകുമോ എന്ന ആശ്ചര്യം മഹിയുടെ മുഖത്ത് വ്യക്തമായി കാണാം. കൃഷ്ണൻ അവളെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ മുഖത്തുള്ള പാടുകൾ തൻ്റെ മകൻ സമ്മാനിച്ചതാണെന്ന് അയാൾക്ക് മനസ്സിലായി. നീ ഇപ്പോൾ പോകാനൊന്നും നിൽക്കണ്ട, പല്ലവിയെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കാത്തവണ്ണം മഹി പറഞ്ഞു. അവൾക്ക് വീട്ടിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയി വരട്ടെ. കൃഷ്ണൻ പറഞ്ഞപ്പോൾ മഹി പറഞ്ഞത് കേട്ട് ചിരിയോടെ ഇരുന്നിരുന്ന മാധവിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞു. അത് ശരിയാവില്ല അച്ഛാ, അവൾ പോയാൽ പിന്നെ അത് ശരിയാവില്ല, അവൻ പറഞ്ഞു. അത് കേട്ടതും നിസ്സഹായയായി പല്ലവി കൃഷ്ണനെ ഒന്ന് നോക്കി. നീ ഇനി ഒന്നും പറയണ്ട, അവൾക്ക് വീട്ടിൽ പോണെന്ന് വെച്ചാൽ പോയി വരട്ടെ. നീ ഓഫീസിൽ പോകുമ്പോൾ അവളെ അങ്ങോട്ടാക്കിയേക്ക്, കൃഷ്ണൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ പിന്നെ മഹി ഒന്നും പറഞ്ഞില്ല. എന്നാ മോള് ചെന്ന് റെഡിയായിക്കോ. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന അവളെ നോക്കി കൃഷ്ണൻ പറഞ്ഞു. അച്ഛൻ്റെ സമ്മതം കിട്ടിയപ്പോൾ അവൾ സന്തോഷത്തോടെ മുറിയിലേക്ക് പോയി. അവൾ പോകുന്നതും നോക്കി മാധവിയും മഹിയും ഇരുന്നു. കല്യാണം കഴിഞ്ഞു വന്നതിൽ പിന്നെ അവളാണ് ആ വീട്ടിലെ മുഴുവൻ ജോലികളും ചെയ്തിരുന്നത്. അവൾ വീട്ടിലേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ഇനി എല്ലാ ജോലികളും താൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്നായിരുന്നു മാധവിക്ക്. അച്ഛൻ പറഞ്ഞ തീരുമാനത്തെ എതിർക്കാനാകാതെ മഹി ഭക്ഷണം പാതി കഴിച്ചുകൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. പല്ലവി അലമാര തുറന്ന് പിങ്ക് നിറത്തിലുള്ള ഒരു ചുരിദാർ എടുത്തണിഞ്ഞു. ആ കളർ അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്നു. തൻ്റെ മുഖത്തെ പാടുകളിലൂടെ കൈയൊടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ മുടി പിന്നിക്കെട്ടി ചെറിയൊരു പൊട്ടെടുത്തിട്ടു. അപ്പോഴാണ് തനിക്ക് പിന്നാലെ വന്ന നിഴലിനെ അവൾ ശ്രദ്ധിച്ചത്. അവളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. മഹി തൻ്റെ പിന്നിൽ വന്ന് നിൽക്കുന്നു. നീ അച്ഛനെ പറഞ്ഞ് കാര്യം സാധിച്ചല്ലോടി, നിനക്കിതിനൊക്കെ കഴിവുണ്ടല്ലേ, അവൻ അവളുടെ ചുമലിന് മുകളിൽ മുഖം വെച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് നീ എന്ത് പറഞ്ഞു കൊടുക്കാനാണെന്ന് എനിക്കറിയണം. നിന്നെ ഞാൻ ഉപദ്രവിച്ചുവെന്നോ? ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ വീട്ടിലറിയിച്ച് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കണ്ട. അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഒന്ന് പോയി വന്നോ, അവൻ ഔദാര്യം പോലെ പറഞ്ഞു. അവൾ അവനെ ശ്രദ്ധിക്കാതെ ഷാളെടുത്ത് അണിഞ്ഞു. ഗീതുവിനോടും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ ഇടവരുത്തരുതേ എന്നവൾ മനമുരുകി പ്രാർത്ഥിച്ചു. മഹി കാറെടുത്തപ്പോൾ അവൾ പോയി കാറിൽ കയറിയിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ ഗീതു അവളെ കൈവീശി കാണിക്കുന്നു. പല്ലവി അവളെ നോക്കി പോവുകയാണെന്ന് തലകൊണ്ട് ആംഗ്യം കാട്ടി. വീടിനു മുന്നിൽ വണ്ടി നിർത്തി മഹി അവളെ നോക്കി. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അല്ലേ? എനിക്ക് ഓഫീസിലെത്താൻ നേരം വൈകി, ഞാൻ പോവുകയാണ്, പുറത്തിറങ്ങി നിൽക്കുന്ന പല്ലവിയെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു. പല്ലവി തനിച്ച് വീട്ടിലേക്ക് കയറി. മുറ്റത്ത് തന്നെ അമ്മ നിൽപ്പുണ്ട്. അച്ഛനും മാളൂട്ടിയും സ്കൂളിൽ പോയിട്ടുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. എന്താ മോളെ മഹി ഇങ്ങോട്ട് കയറാതെ പോയത്? അവർ മകളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചു. ഓഫീസിലെത്താൻ നേരം വൈകും, അതുകൊണ്ടാണമ്മേ, അവൾ അമ്മയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കാതെ പറഞ്ഞു. ശരി ശരി, നീ അകത്തേക്ക് കയറി വാ. അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി അമ്മ അകത്തേക്ക് കയറിയപ്പോൾ അവളും കൂടെ പോയി. വൈകുന്നേരം വീട്ടിലെത്തിയ വാസുദേവൻ മകളെ കണ്ട് സന്തോഷിച്ചു. നീ വരുമെന്ന് പറഞ്ഞതുപോലുമില്ലല്ലോ, അയാൾ പരിഭവം പറഞ്ഞു. ഒന്നുമില്ലച്ച, വരണമെന്ന് തോന്നി, അതുകൊണ്ടാ. മാളൂട്ടി വാ, ചായ എടുക്കാം, നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാം, അവൾ മാളൂട്ടിയെ നോക്കി പറഞ്ഞു. തനിക്ക് കല്യാണം കഴിഞ്ഞ് ആ വീട്ടിൽ ചെന്ന് കയറിയതു മുതൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം അവൾ കരഞ്ഞുകൊണ്ട് അച്ഛനോട് പറഞ്ഞു. അവൾ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ വാസുദേവൻ അന്താളിച്ചു നിന്നുപോയി. നീ എന്താ മോളെ ഈ പറയണേ? അവിടെ മടുത്തൂന്നോ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ എത്രയായിട്ടുള്ളൂ? ഇപ്പോൾ തന്നെ ഇങ്ങനെ പറയാൻ മാത്രം എന്തുണ്ടായി? ഒരു കുടുംബജീവിതമാകുമ്പോൾ കുറച്ചൊക്കെ പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും സ്വന്തം വീട്ടിലേക്ക് ഓടി വരികയല്ല വേണ്ടത്. എനിക്ക് നിന്റെ താഴെ ഒരു പെൺകുട്ടി കൂടിയുണ്ട്, അതും കൂടി നോക്കണ്ടേ? കല്യാണം കഴിപ്പിച്ചു വിട്ട നീ വഴക്കുണ്ടാക്കി വീട്ടിൽ വന്നു നിന്നെന്ന് പറയുമ്പോൾ നാട്ടുകാരറിഞ്ഞാൽ എന്തു വിചാരിക്കും? ഇതൊക്കെ നിനക്കും കൂടി ചിന്തിക്കാവുന്നതല്ലേയുള്ളൂ. മഹി നല്ലവനാ. പാർവതിയും പറഞ്ഞതോടെ നിലയില്ലാ കയത്തിലേക്ക് വീണു പോകുന്നത് പോലെ പല്ലവിക്ക് തോന്നി. അവൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. തൻ്റെ അവസ്ഥ ഇനി എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കും? വേറെ ആരാ തനിക്കുള്ളത്? തൻ്റെ വീട്ടിലല്ലാതെ ആരോട് പോയി പറയും?
അവളുടെ മനസ്സ് ഓരോന്നോർത്ത് നീറിപ്പുകഞ്ഞു. അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ വാസുദേവന് വിഷമമായി. അയാൾ എഴുന്നേറ്റുകൊണ്ട് മകളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു നിർത്തി. ഇനി അവന് ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നീ വിചാരിച്ചാൽ അതൊക്കെ ശരിയാക്കാവുന്നതല്ലേയുള്ളൂ. ഇത്രയും വലിയ കുടുംബത്തിൽ ചെന്ന് കയറാൻ പറ്റിയത് തന്നെ നിന്റെ ഭാഗ്യമാണ്. എൻ്റെ മോളത് മനസ്സിലാക്കണം. എന്തായാലും നാളത്തെ കഴിഞ്ഞ് അച്ഛൻ നിന്നെ കൊണ്ടാക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് വാസുദേവൻ അകത്തേക്ക് കയറിപ്പോയി. പല്ലവി ഉമ്മറത്ത് തന്നെ ശില കണക്ക് നിന്നു. പല വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാകും സംഭവിക്കുന്നത്. പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അവർ സ്വന്തം വീട്ടിൽ വരുന്ന വെറും അതിഥികൾ മാത്രമാണെന്ന് ആ നിമിഷം കൊണ്ട് അവൾക്ക് മനസ്സിലായി. തൻ്റെ വീട്ടിൽ താൻ വന്ന് നിൽക്കുന്നത് കൊണ്ട് നാട്ടുകാർക്ക് എന്താ കുഴപ്പം? ഇനി കല്യാണം കഴിച്ച വീട്ടിൽ സഹിക്കെട്ട് ആത്മഹത്യ ചെയ്താൽ അപ്പോഴും ആളുകൾ പറയുന്നത് ആ കുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാമായിരുന്നല്ലോ എന്നാണ്. എല്ലാം തുറന്നു പറഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും അവൾ നെടുവീർപ്പിട്ടു. ഇവിടെ പക്ഷേ തൻ്റെ അവസ്ഥ പറഞ്ഞിട്ടും തന്നെ ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ. അതായിരുന്നു അവൾക്ക് വിഷമം. അങ്ങനെ ഒരു ദിവസം അവിടെ തങ്ങി പിറ്റേന്ന് തന്നെ പല്ലവിയെയും കൂട്ടി അച്ഛൻ മഹിയുടെ വീട്ടിലേക്ക് പോയി. കൊല്ലാൻ കൊണ്ടുപോകുന്ന മാടിനെ പോലെയായിരുന്നു അവളുടെ മനസ്സ്. അവൾ വന്നു കയറിയപ്പോൾ മാധവിയുടെ മുഖത്ത് പുച്ഛഭാവമായിരുന്നു. മഹിക്കാണെങ്കിൽ അവൾ തിരികെ വന്നതിൽ ചെറിയൊരു സഹതാപവും അവളോട് തോന്നി. പല്ലവിക്ക് ആത്മഹത്യ ചെയ്താലോ എന്നുവരെ തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. വീട്ടിലേക്ക് പോകാതെ ആത്മഹത്യ ചെയ്താൽ മതിയായിരുന്നു എന്നവൾക്ക് ആ നിമിഷം തോന്നി. തൻ്റെ ജീവിതം ഗതിയറിയാതെ ഒഴുകുന്ന നദി പോലെയാണ്. അത് ഓരോ കരയെയും തഴുകി അനന്തമായി ഒഴുകിക്കൊണ്ടിരിക്കും. കണ്ണുനീർ വന്ന് കണ്ണുകൾ നിറഞ്ഞു. അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി. അടുത്ത പാട്ടുമായി അടുത്ത ദിവസം കാണാട്ടോ.